നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഇരുതലമുറിയുമായി കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. അഞ്ചലിലാണ് സംഭവം. കൊല്ലം മുൻ DCC അംഗം അൻസറുദ്ദീൻ ഉൾപ്പെടെയാണ് പിടിയിലായത്. 50 ലക്ഷം രൂപ വില സമ്മതിച്ചാണ് വനപാലക സംഘം പ്രതികളെ വലയിലാക്കിയത്. ഓടിക്കൊണ്ടിരിക്കെ KSRTC ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചു. നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. മാവേലിക്കര നടക്കാവിലായിരുന്നു അപകടം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വിവിധ എസ്റ്റേറ്റുകളിൽ തൊഴിലാളികളെ നിയമിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം കൊടുമൺ എസ്റ്റേറ്റിൽ. 450ഓളം പേരെയാണ് സ്ഥിരപ്പെടുത്തിയത്. കനത്ത മഴയിൽ പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് മുൻവശം വെള്ളക്കെട്ട്. കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ഒരുക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട്. വിശദമായ വാർത്തകളിലേക്ക്. ഇരുതലമുറിയുമായി കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. അഞ്ചലിലാണ് സംഭവം. കൊല്ലം മുൻ DCC അംഗം അൻസറുദ്ദീൻ ഉൾപ്പെടെയാണ് പിടിയിലായത്. ഫോറസ്റ്റ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത്. 50 ലക്ഷം രൂപ വില സമ്മതിച്ചാണ് വനപാലക സംഘം പ്രതികളെ വലയിലാക്കിയത്. ഇരുതലമൂരിയുമായി കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 5 പേരെയാണ് അഞ്ചൽ വനപാലകർ അറസ്റ്റ് ചെയ്തത്. മുൻ കൊല്ലം DCC അംഗമായ കൊല്ലം തട്ടാമലയിൽ ദാറുസലാമിൽ അൻസറുദ്ദീൻ, കൊല്ലം വാക്കനാട് ഫൗസിയ മൻസിലിൽ നിസാറുദ്ദീൻ, കോട്ടയം കൊന്നല്ലൂർ സ്വദേശി പൊട്ടൻങ്ങായിൽ ചെറിയാൻ, ചാത്തന്നൂർ ആനച്ചാലിൽ ജാസ്മിൻ വില്ലയിൽ ഫിയാസ്, കൊല്ലം കടക്കൽ പാലക്കൽ സ്വദേശി നൌഫൽ മൻസിലിൽ നൌഫൽ എന്നിവരാണ് ഇരുതലമൂരിയുമായി പിടിയിലായത്. ഫോറസ്റ്റ് ഇന്റലിജൻസ് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പുന്നൂർ ഫ്ലൈയിംഗ് സ്ക്വാഡ് അംഗങ്ങളായ നിസാമുദ്ദീൻ, അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനൽ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ R പ്രസന്നൻ, അഭിലാഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രമ്യ ജെ, എസ് സുജേഷ്, സുറുമി, ജെയ്സി, സുനിൽ, റഹീം എന്നിവരടങ്ങിയ വനപാലകരാണ് സംഘത്തെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ഇരുതലമൂരി എന്നതിൽപ്പെട്ട ഒരു പാമ്പിനെ വിപണനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 5 പ്രതികളെ അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് സ്റ്റാഫുകൾ ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സഹായത്തോടുകൂടി പിടികൂടുകയുണ്ടായി. 5 പ്രതികളാണുള്ളത്. ഒരു ബ്രീഫ കാറിലാണ് വിപണനത്തിന് വേണ്ടിയിട്ട് ഇരുതലമൂരി ബന്ധപ്പെട്ട പാമ്പിനെ കൊണ്ടുപോകുന്നത്. ആ കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, പാമ്പ് കസ്റ്റഡിയിലുണ്ട്. ഈ 5 പ്രതികളും നിലവിൽ അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ഉണ്ട്. വൈദ്യപരിശോധനയ്ക്ക് മറ്റു ശേഷം പുനലൂർ JFM2 കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ആവശ്യക്കാരാണെന്ന വ്യാജേനയെത്തി 50 ലക്ഷം രൂപ വില സംബന്ധിച്ചാണ് സംഘത്തെ ഇവർ വലയിലാക്കിയത്. 40 ദിവസം മുമ്പാണ് വെല്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം ഇരുതലമൂരിയെ നാട്ടിലെത്തിച്ചത്. 3.5 ലക്ഷത്തോളം രൂപയ്ക്കാണ് ഇരുതലമൂരിയെ വെല്ലൂർ സ്വദേശിയിൽ നിന്നും ഇവർ വാങ്ങിയതെന്ന് പ്രതികൾ സമ്മതിച്ചതായി വനപാലകർ പറഞ്ഞു. നിയമ നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ പുനലൂർ വനം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ESIC സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തി. സബ് റീജിയണൽ ഓഫീസിലെ 50ഓളം ജീവനക്കാർ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആശ്രമം മൈതാനത്തിന്റെ നോർത്ത് ഗേറ്റിനോട് ചേർന്ന ഭാഗത്തായിരുന്നു ശുചീകരണം. ESI കോർപ്പറേഷന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് സ്വച്ഛ ഭാരത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ആശ്രമം മൈതാനത്തായിരുന്നു പരിപാടി. കൊല്ലം ESI സബ് റീജിയണൽ ഓഫീസ് ജീവനക്കാർ, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ടോജിൻ തോമസ്, PB ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആശ്രമം മൈതാനത്തിന്റെ വടക്കേ ഗേറ്റിനോട് ചേർന്ന ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സബ് റീജിയണൽ ഓഫീസിലെ 50ഓളം ജീവനക്കാർ ശുചീകരണത്തിൽ പങ്കാളികളായി. അജൈവ ജൈവ മാലിന്യങ്ങൾ മൈതാനത്തിൽ നിന്നും ശേഖരിച്ച് തരംതിരിച്ച് പ്രത്യേകം പാക്കറ്റുകളിലാക്കി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി കോർപ്പറേഷന് കൈമാറി. ആശ്രാമം വാർഡ് കൗൺസിലർ സുരേഷ് കുമാർ, കോർപ്പറേഷൻ അധികൃതർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വിവിധ എസ്റ്റേറ്റുകളിൽ തൊഴിലാളികളെ നിയമിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊടുമൺ എസ്റ്റേറ്റിൽ നടത്തി. 450ഓളം പേരെയാണ് സ്ഥിരപ്പെടുത്തിയത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു.
ചന്ദനപ്പള്ളി, കൊടുമൺ, തണ്ണിത്തോട്, അതിരപ്പിള്ളി ഓയിൽ പാം, നിലമ്പൂർ, മണ്ണാർക്കാട്, രാജപുരം എന്നീ എസ്റ്റേറ്റുകളിൽ 450 ഒഴിവുകളിലേക്ക് തൊഴിലാളികൾക്ക് നിയമനം നടത്തുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കൊടുമൺ എസ്റ്റേറ്റിൽ നടത്തിയത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വിവിധ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന താൽക്കാലികമായി ഏതാണ്ട് 10 വർഷം മുതൽ 15 വർഷം വരെ ജോലി ചെയ്യുന്ന ഏകദേശം 450ഓളം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ഇത്രയധികം ആളുകളെ ഒരുമിച്ച് സ്ഥിരപ്പെടുത്തുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തൊഴിലാളികളോടുള്ള സ്നേഹവും അവരോടുള്ള കടപ്പാട് ഇത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു ഏറ്റവും മഹനീയമായിട്ടുള്ള ചടങ്ങാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ എല്ലാ വിഭാഗം മനുഷ്യരെയും അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നിന്ന് ആ ആളുകളുടെ പ്രയാസവും വിഷമവും മനസ്സിലാക്കിയ ചെയർമാനും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒരു വലിയ തീരുമാനം എടുത്തത് ഇങ്ങനെ 10 വർഷത്തിന് മേൽ 15 വർഷം അകത്ത് ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളെ അവരുടെ കുടുംബാന്തരീക്ഷം അവരുടെ പ്രയാസമെല്ലാം മനസ്സിലാക്കി അവരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ച ആ മഹനീയമായ ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള കരുതയുള്ള ആ തീരുമാനമെടുത്ത ബോർഡ് ചെയർമാനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും കൃത്യമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. KU ജനീഷ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. പക്ഷേ നിങ്ങളൊരു പ്രതീക്ഷ ഇല്ലാതിരുന്നൊരു ഘട്ടത്തിലാണ് ആ സന്തോഷകരമായ ഒരു തീരുമാനം PCK കൈക്കൊണ്ടിട്ടുള്ളത്. തീർച്ചയായും അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ മന്ത്രിയെയും ഗവൺമെന്റിനെയും നമ്മുടെ കോർപ്പറേഷന്റെ ചെയർമാനെയും ബോർഡ് മെമ്പർമാരെയും MDയെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, ഏകദേശം ഒരു 6 പതിറ്റാണ്ട് കഴിഞ്ഞു PCK രൂപീകരിച്ചിട്ട്. എനിക്ക് അങ്ങനെ PCKയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊന്നും നല്ല ധാരണയില്ല. പക്ഷേ ഒരുപക്ഷെ ഇത്ര കൂട്ടത്തോടെ 400-ലധികം ആളുകളെ ഒന്നിച്ച് സ്ഥിരപ്പെടുത്തുന്നത് PCKയുടെ ചരിത്രത്തിലുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങേയറ്റത്തെ ധൈര്യപൂർവമായ തൊഴിലാളി വീക്ഷണമുള്ള ഒരു ബോർഡ് ഉള്ളതുകൊണ്ടാണ് ഈ തീരുമാനം ഈ ഘട്ടത്തിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെയർമാൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മളെല്ലാവരും ഓരോ ഉത്തരവാദിത്വത്തിൽ വരുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിനിയോഗിച്ച് പുറത്തു പോവാം. പക്ഷേ നമ്മുടെ കോർപ്പറേഷന് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ചെയർമാനും ബോർഡ് മെമ്പർമാരും അവർ വലിയ വീക്ഷണത്തോടെ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരള ഈ വർഷം ലാഭത്തിലെത്തിയിട്ടുള്ളത്. ചെയർമാൻ OP അബ്ദുൽ സലാം, MD ഡോക്ടർ ജെയിംസ് ജേക്കബ്, ചീഫ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ജോർജ് ജോസഫ്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീന മാറോയി, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിലാൽ, കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാദേവി CG, ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത S പിള്ള, കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് S, പ്രമാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല അജി, തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലില്ലി ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം ബീന പ്രഭ, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ അശോക, ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം അഞ്ജു S, PCK ലിമിറ്റഡ് ഡയറക്ടർ പ്രൊഫസർ K മോഹൻകുമാർ, KK അഷ്റഫ്, KS കുര്യാക്കോസ്, ജോയ്സി സെബാസ്റ്റ്യൻ, സുനീജ ബീഗം M, MVG കണ്ണൻ, അജിത് K ജോസഫ്, ഡോക്ടർ ജോബി ജോസഫ്, രാജു എബ്രഹാം, PR ഗോപിനാഥൻ, പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, PG അജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിണതപ്രജ്ഞരായിട്ടുള്ള ഒരുപാട് തൊഴിലാളി നേതാക്കന്മാരും കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചെയർമാൻമാരും MDമാരും എല്ലാം കാലോചിതമായി അപ്പോഴപ്പോൾ നടത്തിയ പരിഷ്കരണങ്ങളുടെ ഭാഗമായി ഈ സ്ഥാപനം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറി. നമ്മുടെ അംഗസംഖ്യ ഏതാണ്ട് 3000-ഓളം വരുന്ന പണി ചെയ്യുന്ന തൊഴിലാളികൾ, ടാപ്പിംഗ് ആണെങ്കിലും കാഷ്വയിലെ തൊഴിലാളികളും ഓയിൽ പാമിലെ തൊഴിലാളികളും അതേപോലെ തന്നെ അതിനകത്ത് അത്യാവശ്യം വേണ്ട മറ്റ് ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളും അവരുടെ എല്ലാം ഏതാണ്ട് 3000-ഓളം വരുന്ന തൊഴിലാളികളും ആ വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെയും ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും സ്റ്റാഫ്
ഫീൽഡ് സ്റ്റാഫ്, സൂപ്പർവൈസർമാർ, ഓഫീസേഴ്സ്, മാനേജർമാർ, അസിസ്റ്റന്റ് മാനേജർമാർ എന്ന തസ്തികകളെല്ലാം കൂടെ ഏതാണ്ട് 400-ലധികം പേര്. നമുക്ക് 3500-ഓളം ഉദ്ദേശത്തിൽ വരുന്ന ആളുകൾ, ഇൻക്ലൂഡിങ് ഇന്നിവിടെ പുതിയതായി ചേർക്കപ്പെടുന്ന ഏതാണ്ട് 450 ആളുകളുണ്ടാകുമ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കുടുംബാംഗങ്ങളുടെ സംഖ്യ വർദ്ധിക്കുകയാണ്. തൊഴിലാളികൾക്ക് നിയമന ഉത്തരവ് നൽകുകയും കൊടുമൺ ഗ്രൂപ്പിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉയർന്ന ഉൽപ്പാദനം എടുത്ത തൊഴിലാളികൾക്കും ഉയർന്ന ഹാജരുള്ള തൊഴിലാളികൾക്കും അവാർഡുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊടുമൺ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര 28-ന് കൊല്ലം ജില്ലയിലെത്തും. 28-നും മാർച്ച് 2-നുമാണ് ജാഥ കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തുന്നത്. 28-ന് പത്തനാപുരം കല്ലുകടവിൽ നിന്ന് ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര 28-ന് കൊല്ലം ജില്ലയിലെത്തും. ഫെബ്രുവരി 28, മാർച്ച് 2 തീയതികളിലാണ് യാത്ര കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തുന്നത്. 28-ന് രാവിലെ 9-ന് ജില്ലയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയായ പത്തനാപുരം കല്ലുകടവിൽ ജാഥയെ സ്വീകരിക്കും. ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ജില്ലയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയായ പത്തനാപുരം കല്ലുകടവിൽ ഇത് എത്തി പ്രവേശിക്കും. അവിടെ LDF ജില്ലാ നേതാക്കൾ സ്വീകരിക്കും. തുടർന്ന് പത്തനാപുരം ജംഗ്ഷനിൽ സ്വീകരണ സമ്മേളനം നടക്കും. 11 മണിക്ക് കുരുണ്ടൂർ ടൗണിൽ, ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 3 മണിക്ക് ചടയമംഗലത്തും, 5 മണിക്ക് കൊട്ടാരക്കരയിൽ എഴുകോണിലാണ് സമ്മേളനം നടക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് കുന്നത്തൂർ ഭരണിക്കാവിൽ ആദ്യ ദിവസത്തെ സമാപന സമ്മേളനം നടക്കും. 1-ാം തീയതി ഈ യാത്ര ഞായറാഴ്ച ആയതുകൊണ്ട് ഇല്ല. 2-ാം തീയതി രാവിലെ കരുനാഗപ്പള്ളി ടൗണിൽ ആണ് സ്വീകരണ സമ്മേളനം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ചവറയിൽ 12 മണിക്ക്, വൈകിട്ട് 3 മണിക്ക് ചാത്തന്നൂർ, 5 മണിക്ക് കുണ്ടറ കേരളത്തിൽ, 7 മണിക്ക് കൊല്ലം ഇരവിപുരം നിയോജകമണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ടോൺമെന്റ് മൈതാനത്ത് സമാപന സമ്മേളനം നടക്കും. തുടർന്ന് ടൗണിൽ സ്വീകരണ സമ്മേളനം നൽകും. 11-നാണ് പുനലൂർ ടൗണിൽ സ്വീകരണം ഒരുക്കുന്നത്. വൈകിട്ട് 3-ന് ചടയമംഗലത്തും 5-ന് കൊട്ടാരക്കര എഴുകോണിലും സ്വീകരണ സമ്മേളനങ്ങൾ നടക്കും. വൈകിട്ട് 7-ന് കുന്നത്തൂർ ഭരണിക്കാവിൽ ആദ്യ ദിവസത്തെ സമാപന സമ്മേളനം നടക്കും. 2-ാം ദിവസമായ മാർച്ച് 2-ന് കരുനാഗപ്പള്ളി ടൗണിൽ രാവിലെ 10-നും ചവറയിൽ 12 മണിക്കും സ്വീകരണം നൽകും. വൈകിട്ട് 3-ന് ചാത്തന്നൂർ, 5-ന് കുണ്ടറ കേരളപുരം, 7-ന് കൊല്ലം ഇരവിപുരം നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കണ്ടോൺമെന്റ് മൈതാനത്ത് സമാപന സമ്മേളനം നടക്കും. മാർച്ച് 2-ന് രാവിലെ 8:30-ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുമായി ജനകീയ പ്രശ്നങ്ങളെപ്പറ്റി പ്രതിപക്ഷ നേതാവ് ആശയവിനിമയം നടത്തും. തുടർന്ന് മാധ്യമപ്രതിനിധികളുമായി സംവദിക്കുമെന്നും കൊല്ലത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെ.സി. വേണുഗോപാൽ എം പി, ജയറാം രമേശ്, രമേശ് ചെന്നിത്തല MLA, KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, PK കുഞ്ഞാലിക്കുട്ടി, അടൂർ പ്രകാശ് MP, കൊടിക്കുന്നിൽ സുരേഷ് MP, NK പ്രേമചന്ദ്രൻ MP, മോൻസ് ജോസഫ്, ഷിബു ബോബി ജോൺ, മാണി സി കാപ്പൻ, PC വിശ്വനാഥ് MLA, CR മഹേഷ് MLA, G ദേവരാജൻ, AN രാജൻ ബാബു, CP ജോൺ, CR മഹേഷ് MLA, G ദേവരാജൻ, AN രാജൻ ബാബു, CP ജോൺ എന്നിവർ പങ്കെടുക്കുമെന്ന് DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് G രാജേന്ദ്രപ്രസാദ്, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും സാമൂഹ്യവിരുദ്ധ കേന്ദ്രമാകുന്നതിൽ പരാതി. ജനകീയ പ്രതികരണ വേദി പ്രവർത്തകർ വിശ്രമ കേന്ദ്രത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. വായ മൂടിക്കെട്ടിയും കരിങ്കൊടി ഉയർത്തിയുമാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. കോടികൾ മുടക്കി നിർമ്മിച്ച കായംകുളം കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കായംകുളം ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കായലോര വിശ്രമ കേന്ദ്രത്തിൽ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. കരിങ്കൊടി കെട്ടിയും കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടിയുമാണ് പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തത്. പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു നടപടിയും ഇവിടെ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. കായലിന്റെ ഭാഗമായിരുന്ന 3 ഏക്കർ സ്ഥലം അനധികൃതമായി എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കായല് 3 ഏക്കർ ഭാഗം നികത്തിയെടുത്തത് യാതൊരു അംഗീകാരവും വാങ്ങാതെയാണ്. ഈ സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള പല വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും നഗരസഭയുടെയോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയോ ബന്ധപ്പെട്ട വകുപ്പുകളുടെയോ യാതൊരു അനുവാദവും വാങ്ങാതെയാണ്
ഈ നിർമ്മാണങ്ങൾ ഇത്രയും ഇവിടെ നടത്തിയത്. അനധികൃതമായി നിർമ്മിച്ച ഈ ചെറിയ ചെറിയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നഗരസഭ നാളിതുവരെ അംഗീകാരം കൊടുത്തിട്ടില്ല. പുളിയറ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. നമ്മളേവരും കായംകുളത്തുകാർക്ക് ഏറെ സന്തോഷമുള്ള ഈ കായലോര വിശ്രമ കേന്ദ്രവും അനുബന്ധ കെട്ടിടങ്ങളും അടക്കമുള്ള സ്ഥാപനങ്ങളുടെയും വിശ്രമ കേന്ദ്രത്തിന്റെയും ഒക്കെ ഉദ്ഘാടനം നടന്നു. എന്നാൽ അതിനുശേഷം ഈ കായംകുളം പട്ടണം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി ഈ പ്രദേശം മാറി എന്നുള്ളതാണ് വസ്തുത. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കായംകുളം പ്രതികരണ വേദി ഇവിടെ പ്രതിഷേധിക്കുക. നമുക്കറിയാം, ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ട് ആ പ്രദേശത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പെരുമാറുന്ന സംഘടനയല്ല കായംകുളം പ്രതികരണ വേദി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തേത് ഉൾപ്പെടെ 5 പ്രാവശ്യം റീത്ത് പ്രതിഷേധിക്കുകയും ജനങ്ങളുടെ ബുദ്ധിമുട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സംഘടനയാണ് കായംകുളം പ്രതികരണ വേദി. സോമശേഖരൻ ഉണ്ണിത്താൻ, രാജശേഖരൻ, അനിൽ പി ഡാനിയൽ, KN കൃഷ്ണകുമാർ, ബാബു കോയിക്കൽ, KP അലക്സാണ്ടർ, രാജൻ പുതിയിടം, KN ജയൻ, ശ്രീധരൻപിള്ള, രാധാകൃഷ്ണൻ, അനീഷ് ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് SFI സംഘടിപ്പിച്ച പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. കോൺഗ്രസിന്റെ ബോർഡുകളും ബാനറുകളും നശിപ്പിച്ചു. KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് SFI പ്രവർത്തകർ കൊല്ലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത്. SFIയുടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ SFI പ്രവർത്തകർ നശിപ്പിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ചിന്നക്കടയിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരം താലൂക്ക് സപ്ലൈ ഓഫീസ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. 10 വർഷമായി വാടക കെട്ടിടത്തിലാണ് സപ്ലൈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 10 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസാണ് പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മന്ത്രി GR അനിൽ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പരമാവധി കുടുംബങ്ങളിൽ എത്തിക്കാൻ ആദിവാസി ഉന്നതികളിൽ കഴിയുന്നവർക്ക് അവരുടെ തൊട്ടടുത്ത റേഷൻ കടയിൽ എത്തണമെങ്കിൽ 8 മുതൽ 16 കിലോമീറ്റർ വരെ സഞ്ചരിക്കേണ്ടി വരും. അത്തരം കുടുംബങ്ങൾ പലപ്പോഴും ഭാരിച്ച യാത്രാ ചിലവ് കണക്കിലെടുത്ത് അവരുടെ അലോട്ട്മെന്റ് തന്നെ ഉപേക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അത് കണക്കിലെടുത്തുകൊണ്ടാണ് 148 ബൂത്തുകളിൽ, സംഗീതങ്ങളിൽ, ഉന്നതികളിൽ ഇന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ ചിലവിൽ ഭക്ഷ്യധാന്യം എത്തിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ കിടപ്പ് രോഗികൾ, വന്നു വാങ്ങാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ, അത്തരം വിവരം സിവിൽ സപ്ലൈസ് വകുപ്പിലെ ആർഐമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന നിലപാട്. അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, മതസംഘടനകൾ നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ അത്തരം അന്തേവാസികൾക്ക് പൂർണ്ണമായും ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രഗത്ഭരായ ഭക്ഷ്യമന്ത്രിമാരിൽ ഏറ്റവും മിടുക്കനായി മാറിയ പ്രിയപ്പെട്ട GR അനിൽ, അദ്ദേഹം ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് അപേക്ഷിച്ച ഉടൻ തന്നെ റേഷൻ കാർഡ്. റേഷൻ കാർഡ് കിട്ടാൻ പറ്റിയ പഠനം ഇന്നലെ കത്ത് വേണം, അവിടെ കയറണം, ഇവിടെ കയറണം, 50 കടലാസ് പൂരിപ്പിക്കണം, വാടക താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥന്റെ കടലാസ് വേണം. ഇങ്ങനെ തർക്കമൊന്നുമില്ലാതെ ഉറപ്പുവരുത്തി വരുമ്പോഴത്തേക്ക് ഒരു 10-15 കടലാസ് കൊടുത്താൽ റേഷൻ കാർഡ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ റേഷൻ കാർഡ് ഒരു ശരിക്കും പറഞ്ഞാൽ ഐഡന്റിറ്റി കാർഡ് തന്നെയാണ് റേഷൻ കാർഡ്. ആ റേഷൻ കാർഡ് വളരെ വേഗത്തിൽ ലഭിക്കാൻ, അത് സുഖമില്ലാത്ത ആളുകളെ വീട്ടിൽ റേഷൻ വാങ്ങി വീട്ടിലെത്തിച്ചു കൊടുക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി സഹകരിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ജനകീയമായ കാര്യമാണ്. ഈ 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ ജനകീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി നമ്മുടെ ലാഭം ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീജ ഷാനവാസ്, ശുഭകുമാരി, ഷേർലി ഗോപിനാഥ, മഞ്ജു BM, പഞ്ചായത്ത് അംഗം അനസ് പടിഞ്ഞാറ്റേതിൽ, കേരള കോൺഗ്രസ് J ജില്ലാ പ്രസിഡന്റ് ഡെന്നി വർഗീസ്, പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഹിമ K, റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ സ്മിത ജോർജ് എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കനത്ത മഴയിൽ പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് മുൻവശം വെള്ളക്കെട്ട്. കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട്. കനത്ത മഴയിലാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് മുൻഭാഗത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപം കൊണ്ടത്. ഓടകളുടെ അഭാവമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. റോഡിന്റെ വശങ്ങളിലൂടെ വെള്ളമൊഴുകിപ്പോകാൻ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വെള്ളമൊഴുകിപ്പോകാനുള്ള സൗകര്യം ഒരുക്കിയില്ലെന്ന് പരാതിയുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വെള്ളക്കെട്ടിൽ അകപ്പെടുന്നത്. റോഡിലെ കുഴികൾ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ തിരിച്ചറിയാൻ കഴിയാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കവാടത്തിന് സമീപം തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തത് രാത്രികാലങ്ങളിൽ എത്തുന്ന യാത്രികരെ വലയ്ക്കുന്നുണ്ട്. അടിയന്തരമായി ഓടകൾ നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും വഴിവിളക്കുകൾ സ്ഥാപിച്ച് യാത്രാക്ലേശം പരിഹരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KSRTC ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചു. നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. മാവേലിക്കര നടക്കാവിലായിരുന്നു അപകടം. ഡ്രൈവർ പ്രദീപിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പത്തനംതിട്ടയിൽ നിന്ന് മാവേലിക്കരയിലേക്ക് പോവുകയായിരുന്നു ബസ്. യാത്രക്കിടെയാണ് ഹൃദയാഘാതം വന്ന് KSRTC ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചത്. നിയന്ത്രണം വിട്ട KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറി കടയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. മാവേലിക്കര നടക്കാവിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഡ്രൈവർ പ്രദീപിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പത്തനംതിട്ടയിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോവുകയായിരുന്നു KSRTC ബസ്. യാത്രക്കിടെ ഡ്രൈവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ട് ബോധം നഷ്ടപ്പെടുകയായിരുന്നു. അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. മലിനജലം റോഡിൽ തള്ളിയത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. ദേശീയപാതയിൽ ചവറ നല്ലയെഴുത്തുമുക്ക് ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം. മത്സ്യവുമായി പോയ ഇൻസുലേറ്റഡ് വാനിൽ നിന്നുമാണ് മലിനജലം റോഡിലേക്ക് തള്ളിയത്. ചവറ നല്ലേഴത്തുമുക്ക് ക്ഷേത്രത്തിന് സമീപമായിരുന്നു മലിനജലം റോഡിലേക്ക് ഒഴുക്കിയത്. കരുനാഗപ്പള്ളിയിൽ നിന്നും മത്സ്യം കയറ്റിപ്പോയ ഇൻസുലേറ്റഡ് വാനിൽ നിന്നാണ് ഡ്രൈവർ മലിനജലം റോഡിലേക്ക് തള്ളിയത്. ദേശീയപാതയിൽ മലിനജലം നിരന്ന് ഒഴുകിയതിനെ തുടർന്ന് മറ്റു വാഹനങ്ങൾ കടന്നുപോയപ്പോൾ മലിനജലം സ്കൂട്ടർ യാത്രികരുടെ ഉൾപ്പെടെ ശരീരത്തിലേക്ക് തെറിച്ചു വീഴുന്ന സ്ഥിതിയുമുണ്ടായി. സംഭവം ക്യാമറയിൽ ചിത്രീകരിച്ചതോടെ അതിവേഗത്തിൽ ഇൻസുലേറ്റഡ് വാൻ ഇവിടെ നിന്നും പോവുകയായിരുന്നു. മലിനജലം കളയാൻ ഉപയോഗിച്ച കന്നാസും ഉപേക്ഷിച്ച നിലയിലായിരുന്നു. മലിനജലം തള്ളിയതോടെ പ്രദേശത്താകമാനം ദുർഗന്ധവും ഉണ്ടായി. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, ചവറ. പുതുയുഗ സന്ദേശയാത്രയ്ക്ക് കുണ്ടറയിൽ തുടക്കമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ പ്രചരണാർത്ഥമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതുയുഗ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. PC വിഷ്ണുനാഥ് MLA ആണ് യാത്ര നയിക്കുന്നത്. പുതുയുഗ സന്ദേശയാത്ര ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. ഈ വാഹനത്തിന് പിന്നാലെ നിരവധിയായ നൂറുകണക്കിനായ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ ആവേശപൂർവ്വം അണിനിരന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ വിളംബരത്തിന്റെ ഭാഗമായാണ് പുതുയുഗ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. PC വിഷ്ണുനാഥ് MLA ആണ് യാത്ര നയിക്കുന്നത്. അല്പസമയം വൈകിയാണ് ഇവിടെ എത്തിയത്. പക്ഷേ നേതാക്കന്മാരെല്ലാം ഈ പുതുയുഗ സന്ദേശയാത്രയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഞാനതുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരളത്തിന് ഒരു പുതുയുഗം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സന്ദേശമാണ് ഈ പുതുയുഗ യാത്രയിൽ കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. ആ യാത്ര 2-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ്. കേരളപുരത്ത് ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധതയുടെ ഒരു ഓർമ്മയുള്ള ഒരു സ്ഥലമാണ് ഈ യോഗസ്ഥലം. കാരണം അവിടെ മുംതാസ് കാഷ്യൂ ഫാക്ടറി മുമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. ആ ഫാക്ടറി അടക്കം കേരളത്തിലെ കശുവണ്ടി ഫാക്ടറികൾ എല്ലാം തന്നെ അടച്ചു പൂട്ടിയ
നയങ്ങൾ സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരമാണ്. യാത്ര കുണ്ടറ മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു. RSP കേന്ദ്ര കമ്മിറ്റി അംഗം TC വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളം അതിന്റെ ആത്മാവിൽ എതിരേറ്റിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയെ വരവേറ്റുകൊണ്ട് വിവിധ ജില്ലകൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ആ നാടിന്റെ ജനകീയ പ്രശ്നങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ജനകീയ പ്രശ്നങ്ങൾ ഉണർത്തിക്കൊണ്ട്, കേരളത്തിന്റെ ആത്മാവ് കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു പ്രയാണമായി, അതൊരു പ്രവാഹമായി അത് കേരളത്തിന്റെ വിവിധ ജില്ലകളെ താണ്ടി ഫെബ്രുവരി 28-ാം തീയതി പത്തനാപുരത്ത് പ്രവേശിക്കുന്നതോടെ കൊല്ലം ജില്ലയും ജനനായകന്റെ സാന്നിധ്യം, അതിന്റെ അനുഭവം അനുഭവിച്ചറിയാൻ പോവുകയാണ്. UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. PC വിശ്വനാഥ് MLA സ്വീകരണത്തിന് നന്ദി അറിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി KS ഗോപകുമാർ, DCC ഭാരവാഹികളായ KRV സഹജൻ, K ബാബുരാജൻ, രഘു പാണ്ഡവപുരം, നാസിമുദ്ദീൻ ലബ്ബ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, UDF നിയോജക മണ്ഡലം കൺവീനർ G വേണുഗോപാൽ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെരീഫ് ചന്ദനത്തോപ്പ്, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കുളത്തൂർ രവി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ രാജു ഡി പണിക്കർ, AL നിസാമുദ്ദീൻ, സേവാദൾ സംസ്ഥാന ട്രഷറർ സമദ് കണ്ണനല്ലൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിന്ധു ഗോപൻ, മണ്ഡലം പ്രസിഡന്റുമാരായ G വിനോദ് കുമാർ, AK പ്രസന്നകുമാർ, വിനോദ് G പിള്ള, വിനോദ് കോണിൽ, ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കുണ്ടറ, പേരയം, പെരുനാട് എന്നീ പഞ്ചായത്തുകളിലെ പര്യടനം യാത്ര പൂർത്തിയാക്കി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരുതലമുറിയുമായി കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. അഞ്ചലിലാണ് സംഭവം. കൊല്ലം മുൻ DCC അംഗം അൻസറുദ്ദീൻ ഉൾപ്പെടെയാണ് പിടിയിലായത്. 50 ലക്ഷം രൂപ വില സമ്മതിച്ചാണ് വനപാലക സംഘം പ്രതികളെ വലയിലാക്കിയത്. ഓടിക്കൊണ്ടിരിക്കെ KSRTC ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചു. നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. മാവേലിക്കര നടക്കാവിലായിരുന്നു അപകടം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വിവിധ എസ്റ്റേറ്റുകളിൽ തൊഴിലാളികളെ നിയമിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം കൊടുമൺ എസ്റ്റേറ്റിൽ. 450ഓളം പേരെയാണ് സ്ഥിരപ്പെടുത്തിയത്. കനത്ത മഴയിൽ പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് മുൻവശം വെള്ളക്കെട്ട്. കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ഒരുക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.